സൗന്ദര്യത്തിനും കുടുംബം വെളുക്കാനും മണീസ് കുങ്കുമപ്പൂ. എടാ അങ്ങനെയല്ല, അങ്ങനെ സൗന്ദര്യത്തിനും കുടുംബം വെളുക്കാനും മണീസ് നാച്ചുറൽ കുങ്കുമപ്പൂ. അല്ല അമ്മേനെ സോപ്പിടാനും. ഒന്നിപ്പോ ഓടാടുന്ന് നിങ്ങൾക്ക് രണ്ടാക്കും മേടിക്കാൻ തോന്നി. ഇങ്ങനത്തെ ഒന്നൊരു കുങ്കുമപ്പൂ. എന്റെ മോൻ കാശ്മീരിൽ പോയി കഷ്ടപ്പെട്ട് മേടിച്ചോണ്ടുന്ന കുങ്കുമപ്പൂ ഇത്. എന്റെ അമ്മ ഒരു യൂട്യൂബറാണ്. നാളെ മുന്നിൽ പോകുമ്പോൾ ഗമ്മി എടുക്കേണ്ടി സൗന്ദര്യത്തിന് വേണ്ടിട്ട് എന്റെ മോൻ മേടിച്ചോണ്ട് തന്നെ എന്തോ ആയിക്കോട്ടെ. തട്ടിപ്പ്. ഈ കള്ളനുണ്ടല്ല പരീക്ഷയിൽ തോറ്റപ്പിട്ടിട്ട് അമ്മേനെ സോപ്പിടാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന സാധനം ഇത്. അമ്മേന്റെ വിചാരം അമ്മയോട് 3 കൊല്ലമായി വയനാട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പച്ചവെള്ളം പോലും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അമ്മേനെ സോപ്പിടാൻ വേണ്ടിട്ട്. എന്നിട്ട് അമ്മ പറയും ചെയ്തു, സാറിന്റെ മോനെ പരീക്ഷയിലും തോക്കുന്ന സാധാരണ ഈ ചെക്കനെ കണ്ടില്ല. ഈ ചെക്കൻ പരീക്ഷയ്ക്ക് തോറ്റിട്ട് എന്തെല്ലാം പറഞ്ഞു അറിയവനാ. പരീക്ഷയിൽ തോക്കും ചെയ്യലും ചെയ്യാലോ മോനെ. എന്റെ മോനെ നല്ല അമ്മയുടെ സൗന്ദര്യത്തിന് വേണ്ടി കുങ്കുമപ്പൂ കൊടുത്തില്ല. അമ്മക്ക് ഇത് മതി. ഞാനും തോറ്റി പരീക്ഷക്കല്ല. ഞാൻ തോക്കുമ്പോ എന്റെ ദൈവം ഞാൻ എങ്ങനെ നാട് വിട്ടാലോ കൂടെ ആലോചിച്ചു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ നാട് വിട്ടോടാ പരീക്ഷയ്ക്ക് തോറ്റിട്ട് ഇങ്ങോട്ട് വരണ്ട. നമ്മളെ മണിക്കൂട്ടം വന്നിട്ടുണ്ട്. അവനെ ക്യാമറ നിങ്ങൾ കുങ്കുമപ്പൂ എടുക്കില്ല. എന്റെ മണിക്കൂട്ടം കൊടുക്കുന്ന കുങ്കുമപ്പൂ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവന്റെ കാര്യമായതുകൊണ്ട് എനിക്കൊന്നും മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഫൈബർ അവന്റെ മുറിച്ചിട്ട് കൊണ്ടുവന്നു. അങ്ങനത്തെ എന്തോ ഉണ്ണിനെ കണ്ട ഉണ്ണിക്കല് മിസ് ചെയ്യില്ല. ഉണ്ണിക്ക് വല്ല വാല്യൂ മറ്റേത് കൊണ്ടുവന്നോണ്ട് ഞാൻ നോക്കുമ്പോ തന്നെ പറയുന്നത്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നേട്ടാ. എന്നാലും എന്റെ കൊടുത്തതില്ല. ഒരു പരീക്ഷയിൽ തോറ്റ സാരമില്ല. എന്റെ അടുത്ത പരീക്ഷയിൽ പഠിച്ചാൽ മതി. മണലുണ്ട്, നല്ല മണലുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ 36,000 രൂപ പൊടിച്ചിട്ട് അത് 250 രൂപ കുങ്കുമപ്പൂ ഉണ്ട്. അത് കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇനി പരീക്ഷന്റെ സപ്ലിക്ക് നമ്മൾ വേറെ പൈസ കെട്ടണം. അത്ര എന്നാലും സാരമില്ല. നമ്മള് മണിക്കൂട്ടിനുള്ള അമ്മേരെ 250 രൂപ കുങ്കുമപ്പൂവിന് വേണ്ടിട്ട് 2000 രൂപ സപ്ലിക്ക് പൈസ കൊടുക്കണോ? കള്ളൻ നായി.